663 നാമം. ഓം അജാജൈത്രേ നമ. ജയിക്കാൻ പ്രയാസമുള്ള അവിദ്യയെ ജയിക്കുന്നവൾ എന്നാണ്. അജ എന്ന് പറഞ്ഞാൽ അവിദ്യയാണ്. അപ്പോൾ അജാമേകാം ലോഹിത ശുക്ലകൃഷ്ണാം എന്നാണ് ശ്രുതി വചനം തന്നെ. അപ്പോൾ ലോഹിതം എന്ന് പറഞ്ഞാൽ ചുവപ്പ് എന്നാണ് അർത്ഥം. രജോ ഗുണം, സത്വരജസ്, തമസ്സുകളുടെ സങ്കരമായിട്ടുള്ള അവിദ്യയാണ് അജ എന്നുള്ളതാണ്. അപ്പോൾ അനാദിയാണ് ഈ അവിദ്യ എന്ന് പറയുന്നത്. അതിനാൽ അജ എന്ന് പറയണമെന്നാണ്. അപ്പം മായയെ ജയിക്കുക അത്യന്തം ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ എന്നാൽ ദേവിയുടെ കാരുണ്യം ലഭിച്ചിട്ടുള്ള ഭക്തന് അത് നിഷ്പ്രയാസം തരണം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ നാമത്തിൻ്റെ ഒരു താല്പര്യാർത്ഥമായിട്ട് വരണേത് എന്നുള്ളതാണ്. അപ്പോൾ ദേവി മായയെ ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്തനും ദേവിക്കും തമ്മിൽ അഭേദത്വം കൽപ്പിച്ച് ദേവീഭക്തന്മാർ ജയിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഇനി 664 നാമം. ഓം ലോകയാത്രാവിധായിന്യൈ നമ. ലോകയാത്രയെ അല്ലെങ്കിൽ ജീവിതക്രമത്തെ വിധാനം ചെയ്യുന്നവൾ. അപ്പോൾ ലോകത്തിൽ ജീവരാശികളുടെ ജീവഗതി നിയന്ത്രിക്കുന്നവളാണ് ദേവി എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിൻ്റെ, അതായത് അണ്ടകടാഹങ്ങളുടെ യാത്രയെ അല്ലെങ്കിൽ ഗതിയെ ക്രമീകരിക്കുന്നവൾ ദേവി തന്നെയാണ് എന്ന് ഈ നാമത്തിലൂടെ വ്യക്തമാകുന്നു. ഇനി 665 നാമം. ഓം ഏകാകിന്യൈ നമ. ഏകയായവൾ, രണ്ടാമതൊന്നില്ലാത്തവൾ എന്നൊക്കെയാണ്. അപ്പോൾ അദ്വൈത സ്വരൂപിണിയാണ്. സജാതീയമോ വിജാതീയമോ ആയ യാതൊന്നും രണ്ടാമതായിട്ടില്ലാത്തവളാണ് എന്നാണ് ദേവീപുരാണത്തിൽ ഇതിനെപ്പറ്റി പറയുന്നത്. ഏകൈവ ലോകാൻ ഗ്രസതി ഏകൈവ സ്ഥാപയത്യപി ഏകൈവ സൃജതേ വിശ്വം തസ്മദേ കാകിനീ മാതാ. അങ്ങനെയാണ് ദേവിയെ സ്തുതിക്കുന്നത്. അതായത് ദേവി പ്രപഞ്ചത്തെ ഒറ്റയ്ക്ക് സൃഷ്ടിക്കുന്നു, ഒറ്റയ്ക്ക് നിലനിർത്തുന്നു, ഒറ്റയ്ക്ക് സംഹരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇനി 666 നാമം. ഓം ഭൂമരൂപായൈ നമ. അസ്തിത്വമുള്ള സകലതിൻ്റെയും സമസൃഷ്ടിയായവൾ എന്നാണ്. ഭൂമ എന്നുള്ള പദം ബഹു എന്നുള്ള അർത്ഥത്തിലും ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിലും ഒക്കെ പ്രസിദ്ധമായിട്ടുള്ള പദമാണ്. അപ്പോൾ ഏകാകിനി എന്ന മുൻ നാമത്തെ തുടർന്ന് പിന്നീട് വരുന്ന ഭൂമ എന്നുള്ള ശബ്ദം ബാഹുവാർത്ഥത്തിൽ നമുക്ക് പരിഗണിക്കാം എന്നുള്ളതാണ്. കാരണം ഏകാപ്യുപാദിതോ ഭൂമ ശിവാ സർവത്ര വിശ്രുത യഥാനുരജ്യതേ വർണ്ണൈർ വിചിത്രൈ സ്ഫടികോമണി തഥാ ഗുണ വശോദേവി ഭൂമാനാമേതി വർണ്ണിതേ എന്ന് ദേവീപുരാണത്തിൽ സവിസ്തരം പറയുന്നുണ്ട്. അപ്പോൾ സ്ഫടികമണി അടുത്തിരിക്കുന്ന നിറഭേദങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് പോലെ ഏകയായിട്ടുള്ള ദേവി ഉപാധിഭേദമനുസരിച്ച് അനേക സ്വരൂപങ്ങളായിട്ട് പ്രകാശിക്കണു എന്ന് പറയണു. അപ്പം മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ പോലും ആകാത്ത എന്തെന്ത് രൂപങ്ങളിൽ എന്തെന്ത് നിറങ്ങളിലാണ് പ്രപഞ്ചം കാണപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പം ഭൂമ എന്നത് ബ്രഹ്മം എന്ന അർത്ഥത്തിൽ എടുക്കുമ്പോൾ ബ്രഹ്മസ്വരൂപിണി എന്ന് നമുക്ക് അർത്ഥം ഗ്രഹിക്കാം അല്ലേ? അപ്പം ബ്രഹ്മത്തിൻ്റെ വിവർത്ത രൂപമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പോൾ ജലം ഒന്നെങ്കിലും തിര, നുര, ചുഴി അങ്ങനെ പലതായിട്ട് വ്യവഹരിക്കുന്നത് പോലെ ബ്രഹ്മം ഏകവും അദ്വിതീയവുമാണ് എങ്കിലും പ്രപഞ്ചരൂപത്തിൽ നാമരൂപാത്മകമായി പലതായിട്ട് വ്യവഹരിക്കുന്നു എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി 667 നാമം. ഓം നിർദ്വൈതായൈ നമ. ദ്വൈതികൾക്ക് ഈ സിദ്ധാന്തം അംഗീകാരയോഗ്യമല്ല എന്നുള്ളൊരു വസ്തുത ഉണ്ട്. നിർദ്വൈത എന്ന് പറഞ്ഞാൽ ദ്വൈതഭാവം ഇല്ലാത്തവൾ എന്നാണ് അർത്ഥം. അപ്പോൾ അത് വീക്ഷണം വേറെയാണ്. കാരണം പാരമാർത്ഥിക സത്ത വരെ സർവവും ദ്വൈതം എന്നത് അദ്വൈതിക്കും സമ്മതം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവൻ നാശമുള്ളതോ പരിമിതമോ ആയ യാതൊന്നും കാണുന്നില്ല എന്നാണ് ഛാന്ദക്യോപനിഷത്തിൽ അതിനെപ്പറ്റി പറയണത്. ഇനി 668 നാമം. ഓം ദ്വൈതവർജിതായൈ നമ.
ദ്വൈതത്തിന് അതീതയായവൾ എന്നാണ്. ദ്വൈതത്തെ വർജിച്ചവൾ എന്നർത്ഥം കൽപ്പിച്ചാൽ ഉചിതമായിരിക്കില്ല. കാരണം മുൻപ് ദ്വൈതമായിരുന്നുവെന്നും പിന്നീട് അദ്വൈതത്തെ വർജിച്ചു എന്നും ഒരു ധ്വനി അതിലുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയല്ല, ആദിയിൽ സത്തേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഏകവും അദ്വിതീയവുമാണ് എന്നാണ് ശ്രുതിവചനം. അപ്പോൾ രണ്ടെന്ന തോന്നൽ ഭ്രമജന്യമാണ്, അത് നമുക്കറിയാം അല്ലേ? അപ്പോൾ പ്രപഞ്ചത്തിലെ ഓരോ അണുവും ബ്രഹ്മചൈതന്യമാണ്. ദേവി തന്നെയാണ് ദ്വൈതമെന്ന ഭാവന പോലും തീണ്ടാത്തവൾ എന്നതാണ് ദ്വൈതവർജിത എന്നതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇനി 669 നാമം. ഓം അന്നദായൈ നമഃ. സർവജീവരാശികൾക്കും അന്നം പ്രദാനം ചെയ്യുന്നവൾ എന്നാണ്. അപ്പോൾ അന്നം എന്നുള്ളതിന് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ജീവനുള്ള സകലതിൻ്റെയും പരിപോഷണത്തിന് സഹായകമാകുന്നതേതോ അതാണ് അന്നം എന്ന് പറയുന്നത്. അപ്പോൾ പർജന്യാദന്ന സംഭവ എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ മേഘത്തിൽ നിന്നാണ് അന്നം വിളയുന്നത്, അന്നത്തിൽ നിന്നാണ് രേതസ്സുകൾ പോലും ഉണ്ടാകുന്നത്. അങ്ങനെ ഭക്ഷണം എന്ന് തന്നെയല്ല, സകല ജീവരാശികൾക്കും നിലനിൽപ്പിനായിട്ടുള്ള എല്ലാം നൽകി അനുഗ്രഹിക്കുന്നവൾ ദേവിയാണ് എന്നാണ്. അപ്പോൾ ദേവിയെ അന്നപൂർണയായി ശങ്കരാചാര്യസ്വാമികൾ വർണ്ണിച്ചിട്ടുള്ളത് പ്രസിദ്ധമാണല്ലോ അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതീം. ഇനി 670 നാമം. ഓം വസുധായൈ നമഃ. വസുക്കളെ, ധനധാന്യങ്ങളെയും രത്നാദികളെയും പ്രദാനം ചെയ്യുന്നവൾ എന്നാണ്. വസു എന്ന് പറഞ്ഞാൽ ധനം എന്നാണ് അർത്ഥം. അപ്പോൾ ദേവീപ്രസാദം ലഭിച്ചവന് ഒരിടത്തും ഒരിക്കലും അന്നമോ അല്ലെങ്കിൽ ധനപരമോ വസ്ത്രങ്ങളോ മറ്റ് അവശ്യ സമ്പത്തുകളോ ഒന്നിനും മുട്ടുണ്ടാവുകയില്ല എന്നാണ് പറയണേ. അപ്പോൾ അജനും മഹാനുമായ ആ ആത്മാവ് അവന് ആഹാരവും ധനവും നൽകുന്നത് എന്ന് ബൃഹദാരണ്യോപനിഷത്തിൽ പറയുന്നു. ഇനി 671 നാമം. ഓം വൃദ്ധായൈ നമഃ എന്ന് പറഞ്ഞാൽ പുരാതനയായവൾ എന്നാണ്. അപ്പോൾ മൂലപ്രകൃതിയായ ദേവി സൃഷ്ടിക്ക് മുമ്പേ ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ കൂടാതെ ജ്ഞാനവൃദ്ധിത്വം, ധർമ്മവൃദ്ധത്വം അല്ലെങ്കിൽ വയോവൃദ്ധത്വം, ധനവൃദ്ധത്വം തുടങ്ങി വൃദ്ധത്തെ 4ആയിട്ട് നമുക്ക് തിരിക്കാം എന്നാണ്. അപ്പോൾ ദേവിയുടെ ഈ 4 വൃദ്ധത്വവും ഇണങ്ങും മുമ്പ് വിവരിച്ചിട്ടുള്ള ഈ നാമങ്ങളുടെ വ്യാഖ്യാനം ഈ 4 വൃദ്ധത്വത്തെയും സ്പഷ്ടമാക്കുന്നതാണ് എന്നുള്ളതാണ്. ഇനി 672 നാമം. ഓം ബ്രഹ്മാത്മൈക്യസ്വരൂപിണ്യൈ നമഃ. ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഏകീഭാവമായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയവൾ എന്നാണ് നാമത്തിനർത്ഥം. അപ്പം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ശിവൻ, ആത്മാ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പം ബ്രഹ്മ അധികം ആത്മാ അധികം ഐക്യ അധികം സ്വരൂപം, ബ്രഹ്മാത്മൈക്യസ്വരൂപം. സ്വം ഹംസമന്ത്രത്തിൻ്റെ പര്യായമാണ്. അപ്പോൾ രൂപം എന്ന് പറഞ്ഞാൽ ആകൃതിയാണ്. അപ്പോൾ ജീവനെ ബ്രഹ്മത്തോട് സ്വാത്മീകരിക്കുന്ന ഹംസമന്ത്രസ്വരൂപത്തോട് കൂടിയവൾ എന്ന് നമുക്കിതിനെ അർത്ഥമായിട്ട് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഈ 673 നാമം. ഓം ബൃഹത്യൈ നമഃ. ഏറ്റവും ബൃഹത്തായവൾ എന്നാണ്. ബൃഹത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയായവൾ. അപ്പം ബൃഹതി എന്ന പേരിൽ ഒരു ഛന്ദസ് ഉണ്ട് അല്ലേ? 36 അക്ഷരങ്ങളാണ് അതിനുള്ളത്. അങ്ങനെ ഛന്ദോസ്വരൂപിണിയാണ് ദേവി എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തത്വങ്ങളും 36 തന്നെയാണ് അല്ലേ? അതൊന്നും നമുക്കറിയാം. ഇനി 674 നാമം. ഓം ബ്രഹ്മാണ്യൈ നമഃ. സത്വഗുണപ്രധാനനായ ജ്ഞാനസ്വരൂപിണി. സത്വഗുണപ്രധാനനാണ് ബ്രാഹ്മണൻ അല്ലേ? അപ്പോൾ അതിൻ്റെ സ്ത്രീലിംഗമാണ് ബ്രാഹ്മണി എന്നത്. അപ്പോൾ ഒരു ഔഷധിക്ക് ബ്രാഹ്മണി അഥവാ ബ്രഹ്മി എന്നാണ് പേര്. അത് നമുക്കറിയാം അല്ലേ? നമ്മൾ കേട്ടിട്ടുമില്ലേ? അപ്പോൾ ഔഷധസ്വരൂപിണി എന്നും ഈ ഔഷധി ദേവതാത്മികയും സമ്പദ്സ്വരൂപിണിയാണ് എന്ന് സ്മൃതിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ പരാശര സ്മൃതിയിൽ ശിവനെ ബ്രാഹ്മണൻ എന്ന് കൽപ്പിക്കുന്നത് അങ്ങനെ ശിവഭഗ്നി ബ്രഹ്മാണിയായി എന്നറിയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ്
ശ്രുതിയിലൊക്കെ കണ്ടിട്ടുണ്ട്. 675 നാമം ഓം ബ്രാഹ്മ്യൈ നമ. വാക്കിൻ്റെ അതിദേവത എന്നാണ് അർത്ഥം. അപ്പോൾ ബ്രാഹ്മ്യേതു ഭാരതീ ഭാഷ എന്നാണ് പ്രമാണം. അപ്പോൾ ബ്രഹ്മാവിനെ സംബന്ധിച്ചവൾ എന്നുള്ളൊരർത്ഥം നമുക്കത് വേണമെങ്കിൽ എടുക്കാം എന്നുള്ളതാണ്. ഇനി 676 നാമം ഓം ബ്രഹ്മാനന്ദായൈ നമ. ബ്രഹ്മാനന്ദത്തിൽ സദാ ലീനയായിട്ടുള്ളവൾ എന്നാണ്. അപ്പോൾ ആനന്ദത്തെ തൈത്രീയോപനിഷത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള വിധം നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ മനുഷ്യൻ തുടങ്ങിയിട്ട് നിഷ്കാമകർമ്മനിഷ്ഠൻ വരെയുള്ള അവരുടെ ആനന്ദത്തിൻ്റെ സ്വരൂപമാണ് അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ഒരു വിഭജനമാണ് ഈ വിഷയാനന്ദം, വാസനാനന്ദം, നിജാനന്ദം, മുഖ്യാനന്ദം, ആത്മാനന്ദം, അദ്വൈതാനന്ദം, ജ്ഞാനാനന്ദം, ബ്രഹ്മാനന്ദം എന്നൊക്കെ പറയണത്. അപ്പോൾ ജീവൻ ഏതൊരു ചൈതന്യത്തിൽ നിന്നും കുമിളകൂമ്പിയോ ആ ചിച്ചൈതന്യത്തിലേക്ക് ജീവൻ വീണ്ടും ഏകീഭവിക്കുമ്പോഴുണ്ടാകുന്ന ആത്മവിസ്മൃതി തന്നെയാണ് ഈ ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ദേവി ആ ബ്രഹ്മാനന്ദം തന്നെയാണ് എന്നാണ് നാമത്തിലൂടെ പറഞ്ഞു വയ്ക്കണത്. ഇനി 677 നാമം ഓം ബലിപ്രിയായൈ നമ. യാഗാദി കർമ്മങ്ങളിലെ പൂജകൾ പ്രത്യേകം പ്രതിപത്തിയുള്ളവൾ എന്നാണ് നാമത്തിനർത്ഥം. അപ്പോൾ പ്രകൃതി മനുഷ്യനെ എപ്രകാരം ഉപകരിക്കുന്നുവോ അതിനനുസരണമായി മനുഷ്യൻ പ്രകൃതിയോടും കൃതജ്ഞത കാട്ടേണ്ടതുണ്ട്. അങ്ങനെ പ്രകൃതിയിലെ ചില ശക്തിദേവതകളെ മന്ത്രപൂജാദികൾ കൊണ്ട് അർച്ചിച്ചാരാധിക്കുവാനാണ് ദൃഷ്ടാക്കളായിട്ടുള്ള ഋഷിമാർ യജ്ഞങ്ങൾ ക്രമപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ശക്തിദേവതകൾ ദേവിയുടെ അംശഭൂതരാണെന്ന കാര്യത്താൽ അവരെ ലക്ഷ്യമാക്കി നടത്തുന്ന ബലിദാനങ്ങളും ദേവിക്ക് പ്രീതികരങ്ങളായി തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മക്കൾക്ക് കിട്ടുന്ന പ്രശംസ പിതാവിനും മാതാവിനും ആനന്ദകരമാകുന്നത് പോലെ തന്നെ ബലി എന്ന് പറഞ്ഞാൽ മഹാബലി എന്നൊരർത്ഥം വേറെയുണ്ട്. അപ്പോൾ മഹാബലിയുടെ ഭക്തിയിൽ പ്രീതിയുള്ളവൾ എന്നപ്പോൾ നമുക്ക് അതിനെ മനസ്സിലാക്കാം. ഇനി മഹാബലി പ്രിയപ്പെട്ടവനായിരിക്കുന്നത് ആർക്കാണോ ആ ദേവിയെ ബലിപ്രിയ എന്ന് വിളിക്കുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. അതേപോലെ ബലി എന്ന് പറഞ്ഞാൽ ശക്തന്മാർ എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ അജ്ഞാനത്തെ മറികടക്കാൻ പ്രാപ്തരായവർ എന്നുള്ളൊരർത്ഥമുണ്ട്. അങ്ങനെ ധീരന്മാർ പ്രിയരായിട്ടുള്ളവരാണ് ദേവി എന്ന് നമുക്ക് മൊത്തത്തിൽ ആ നാമത്തിൻ്റെ അർത്ഥമായിട്ട് എടുക്കാം. ഇനി 678 നാമം ഓം ഭാഷാരൂപായൈ നമ. ഭാഷയുടെ രൂപം പൂണ്ടവൾ എന്നാണ്. ഓരോ പ്രദേശത്തും ആ പ്രദേശത്തെ അധിവസിക്കുന്ന ജനതയ്ക്ക് അവരുടേതായിട്ടുള്ള ഭാഷകൾ ഉണ്ടായിരിക്കും അല്ലേ. ആ ഭാഷയുടെ രൂപം പൂണ്ടവളാണ് ദേവി എന്നാണ്. അപ്പോൾ ദേവി വാക്സ്വരൂപിണിയാകുമ്പോൾ ഏത് ഭാഷയും ദേവിയുടെ സ്വരൂപം തന്നെയാണ് എന്നുള്ളതാണ്. ഏത് പ്രദേശത്ത് ഏത് ഭാഷയിൽ ഏതൊരാൾ ഈശ്വരനെ വിളിച്ചാലും ഈശ്വരൻ വിളി കേൾക്കും എന്നുള്ളതാണ് കാരണം. ഏത് ഭാഷയും ഈശ്വരൻ്റെ ഭാഷയാണ്. അതുകൊണ്ട് ദേവി ഭാഷാസ്വരൂപിണി തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി 679 നാമം ഓം ബൃഹത്സേനായൈ നമ. ബൃഹത്തായ സേനയോട് കൂടിയവൾ എന്നാണ്. അപ്പോൾ 64 കോടി യോഗിനിമാർ ദേവിയുടെ അകമ്പടിക്കാരായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അതിനും പുറമെ ആനപ്പട, കുതിരപ്പട, രഥസൈന്യം, കാലാള് എന്ന് തുടങ്ങിയിട്ടുള്ള ക്രമത്തിൽ സൈന്യങ്ങൾ അനവധിയുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ മഹത്വം ബൃഹത്വമായിട്ടുള്ള സേനയോട് കൂടിയവളാണ് ദേവി എന്നാണ് നാമത്തിനർത്ഥമായിട്ട് വരുന്നത്. ഇനി 680 നാമം ഓം ഭാവാഭാവ വിവർജിതായൈ നമ. ഭാവവും അഭാവവും തീണ്ടാത്തവളാണ് ദേവി എന്നാണ്. അപ്പോൾ ഭാവം എന്നത് ഉണ്ടായി നിലനിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഭാവവികാരം എന്ന് പറയുന്നത് ജനിക്കുക, ഉണ്ടായിരിക്കുക, വളരുക, പരിണമിക്കുക, ക്ഷമിക്കുക, നശിക്കുക തുടങ്ങിയിട്ടുള്ള ആറെണ്ണമാണ്. അപ്പോൾ അഭാവം എന്നുള്ളത് 4 പ്രകാരത്തിലുണ്ട് എന്നാണ് പറയണത്. പ്രാഗഭാവം, അതായത് നേരത്തെ ഇല്ലാതിരുന്നത്. അപ്പോൾ ഒരു കുടം ഉണ്ടാക്കും മുമ്പ് അതിനൊരു ഭാവം ഉണ്ടല്ലോ, അതാണ് പ്രാഗഭാവം എന്ന് പറയുന്നത്. ഇനി പ്രത്വംസഭാവം എന്ന് പറഞ്ഞാൽ ഉണ്ടായ വസ്തു നശിച്ച ശേഷമുള്ള
അഭാവം, അതായത് കുടമുണ്ടായി പിന്നെ പൊട്ടിപ്പോയി, അപ്പോൾ അതിനുശേഷം കുടമില്ല, ആ അഭാവത്തെയാണ് പ്രത്വംസാഭാവം എന്ന് പറയുന്നത്. ഇനി അടുത്തത് അന്യോന്യഭാവം, അതായത് കുടത്തിന് വസ്ത്രത്തിൻ്റെ അഭാവം, വസ്ത്രത്തിന് കുടത്തിൻ്റെ അഭാവം, അങ്ങനെയാണ്. അപ്പോൾ അത്യന്താഭാവം, ഒരിക്കലും ഉണ്ടാകാതിരിക്കുക എന്നുള്ള അഭാവം. ഇത്തരം അഭാവങ്ങളും ദേവിയെ സ്പർശിക്കുന്നില്ല എന്ന് പറഞ്ഞു വയ്ക്കാനാണ് ഇതൊക്കെ പറയണത്. അപ്പോൾ ഒരു വസ്തു ഉണ്ടാകുന്നതിന് മുമ്പും അതിൻ്റെ ആധാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉള്ള വസ്തു നശിക്കുമ്പോഴും അതിൻ്റെ ആധാരം നിലനിൽക്കുന്നു. അതിനാൽ എല്ലാത്തിനും ആധാരയായ ദേവി ഭാവാഭാവങ്ങൾക്ക് അതീതയാണ് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി 681 നാമം. ഓം സുഖാരാധ്യായൈ നമ. സുഖമായി ആയാസങ്ങളും പ്രയാസങ്ങളുമില്ലാതെ ആരാധിക്കപ്പെടുന്നവൾ എന്നാണ്. അപ്പോൾ ഇന്ന പ്രകാരത്തിലുള്ള ക്രമീകരണങ്ങളോടും ഒരുക്കങ്ങളോടും കൂടി വേണം ദേവിയെ പൂജിക്കാനെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തപ്തശിലാരോഹം മുതലായിട്ടുള്ള ശരീരപീഡകൾ കൊണ്ടും ദേവതാരാധന നടത്തുന്ന ഏർപ്പാടുകളുണ്ട് ഭാരതത്തിൽ, അല്ലേ? അങ്ങനെ കായക്ലേശവും മനക്ലേശവും കൊണ്ട് മാത്രമേ ദേവിയെ പൂജിക്കാവൂ എന്നൊന്നുമില്ല. അനായാസമോ നാമജപങ്ങൾ കൊണ്ടുപോലും അത് ഭക്തി നിർഭരമായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പൂജകളിലും പ്രസാദിക്കുന്നവളാണ് ദേവി. അങ്ങനെ സുഖമായി ആരാധിക്കപ്പെടാൻ കഴിയും മട്ടിൽ അനുഗ്രഹദായിയാണ് ദേവി എന്നാണ് പറയണത്. അതൊന്നുകൂടി വ്യക്തമാക്കാൻ ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടില്ലേ, 2-ാമത്തെ അധ്യായത്തിൽ, നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യേസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. അപ്പോൾ ഇത് ഭഗവാൻ ഗീതയിൽ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്, അല്ലേ? ഇവിടെ ക്രമഭംഗം ഭയപ്പെടാനില്ല, ദോഷകരമായിട്ടുള്ള ഭവിഷ്യത്തുണ്ടാകുമെന്ന് പരിഭ്രമിക്കാനില്ല, ഈ വഴിക്കുള്ള ഒരു ചുവടുവയ്പ് പോലും അതിഭീമമായിട്ടുള്ള മരണാദി ഭയങ്ങളിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്ര ശുഭാബ്ദി വിശ്വാസം നിലനിൽക്കുന്നതും ദൃഢമായിട്ട് വിശ്വസിക്കാവുന്നതും ക്ലേശരഹിതമായി അനുഷ്ഠിക്കാവുന്നതുമാണ് ദേവി ഉപാസന എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ക്ലിഷ്ടവും തീവ്രവുമായിട്ടുള്ള ആരാധനാ പ്രക്രിയകൾ ശാസ്ത്രനിഷ്ഠമായിട്ടുണ്ട്. അപ്പോൾ ദേവിയെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് ആ വിധത്തിലുള്ള ആരാധനാക്രമങ്ങൾ അറിയില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പത്രം പുഷ്പം ഫലം തോയം തുടങ്ങിയിട്ട് ഭഗവാൻ ഗീതയിൽ പറഞ്ഞതുപോലെ നിഷ്കളങ്ക ഭക്തിയോട് കൂടിയിട്ടുള്ള ലളിതമായിട്ടുള്ള ഉപാസനകൾ കൊണ്ട് ദേവി സംപ്രീതയായി തീരും, അല്ലെങ്കിൽ സംപ്രീതയാകും. ആരാധനയിൽ അറിയാതെ വന്നുകൂടുന്ന പിഴകൾ പൊറുക്കുന്നവളാണ് പുത്രവത്സലയായിട്ടുള്ള ജഗദംബിക എന്ന് നമ്മൾ മനസ്സിലാക്കണം, അടിയുറച്ച് വിശ്വസിക്കണം എന്നുള്ളതാണ്. ഇനി 682 നാമം. ഓം ശുഭകര്യൈ നമ. നന്മയെ ചെയ്യുന്നവൾ എന്നാണ്. അപ്പോൾ അപൂർണമായിട്ട് പൂജ ചെയ്യുന്നവന് പോലും ദേവിയിൽ നിന്നും നന്മയെ സംഭവിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. കാരണം ദേവി ജഗന്മാതാവാണ്. പിഴച്ച പുത്രനും നന്മ വരാനും നന്മ ചെയ്യാനുമേ അമ്മ ചിന്തിക്കുകയുള്ളൂ എന്നുള്ളതാണ്, അല്ലെങ്കിൽ അനുഗ്രഹിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. ഇനി 683 നാമം. ഓം ശോഭനാസുലഭാഗത്യൈ നമ. ശോഭനവും എളുപ്പവുമായ മാർഗത്തിലൂടെ അനായാസം പ്രാപിക്കപ്പെടാവുന്നവൾ എന്നാണ്. ദേവിയെ ഭജിക്കുന്നവന് ശോഭനവും സുലഭവുമായിട്ടുള്ള രക്ഷാമാർഗത്തെ അരുളുന്നവൾ എന്ന നാമത്തിന് നമുക്ക് അർത്ഥമായിട്ട് എടുക്കാം, അല്ലേ? അപ്പോൾ ശോഭനം എന്നുള്ളത് മോക്ഷവാചി കൂടിയാണ്. അപ്പോൾ സുലഭം എന്നതിന് ലഭിക്കാൻ എളുപ്പമുള്ളത് എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ സുഖേന ലബ്ധും ശക്യം സുലഭം എന്നാണ് ശ്രുതി വചനം തന്നെ. അപ്പോൾ എളുപ്പ വഴികളിലൂടെ ആരാധിക്കപ്പെടുന്നവൾ, ഗതി എന്ന് പറഞ്ഞാൽ ഫലം എന്ന ഒരർത്ഥമുണ്ട്. അപ്പോൾ അനായാസം ആരാധിച്ച് എളുപ്പത്തിൽ മോക്ഷരൂപമായിട്ടുള്ള സദ്ഗതി നേടാൻ ഭക്തനെ പ്രാപ്തയാക്കുന്നവളാണ് ദേവി എന്നുള്ളതാണ്. അപ്പോൾ കണ്ണപ്പദാസനെ പോലെയുള്ള നായാടികൾക്ക് പോലും നിർവ്യാജമായിട്ടുള്ള ഭക്തി കൊണ്ട് അമരത്വം നേടാൻ കഴിഞ്ഞു എന്നുള്ള സത്യമാണ് ഇവിടെ സ്മരണീയമായിട്ട് നമ്മൾ
ഓർക്കേണ്ടത്. അപ്പോൾ ഉപാസ്യദേവതയോടുള്ള പൂർണ്ണ സമർപ്പണവും പ്രേമവുമാണ് പരമപ്രധാനം എന്നുള്ളതാണ്. അപ്പോൾ ജീവികളുടെ പരമമായിട്ടുള്ള ഗതി ദേവി മാത്രമാകുന്നു എന്ന് കൂർമ്മപുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ചിലർ ഈ നാമത്തെ ശോഭന സുലഭാഗതി എന്ന് മൂന്നായിട്ട് പിരിച്ച് വ്യാഖ്യാനിക്കാറുണ്ട്. ഈ നാമത്തിന് എളുപ്പം പ്രാപിക്കാൻ കഴിയാത്തവൾ എന്നൊരു വ്യാഖ്യാനഭേദം ഒന്ന് രണ്ട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. കാരണം ദേവീപദം പ്രാപിക്കുന്നവന് പുനരാവൃത്തിയില്ല, അതായത് വീണ്ടും സംസാര ജന്മമില്ല എന്നുള്ളതാണ്. അപ്പോൾ ബ്രഹ്മപുരാണം പറയുന്നു ജീവന് അവൻ്റെ അവസാന ജന്മത്തിൽ മാത്രമേ പഞ്ചദശി മന്ത്രസിദ്ധി ലഭിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ ഈ മന്ത്രത്തിന് ദേവിയെ ആരാധിക്കുന്നവർ ഭജിക്കുന്നവർ സന്മാർഗികളായി തീരുമെന്നും ഒരു വ്യാഖ്യാനം കണ്ടിട്ടുണ്ട്. അപ്പോൾ ദേവീ ഭാഗവതം ശ്രവിക്കാത്തവരുടെയും ആദിപ്രകൃതിയെ ആരാധിക്കാത്തവരുടെയും ജന്മം നിഷ്ഫലമാണ് എന്ന് ദേവീ ഭാഗവതത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഈ 684 നാമം ഓം രാജരാജേശ്വര്യൈ നമഃ. രാജാക്കന്മാർക്കും രാജേശ്വരനും എന്ന് പറഞ്ഞാൽ ചക്രവർത്തി, ഈശ്വരിയായവൾ എന്നാണ്. അപ്പോൾ രാജരാജേശ്വരന്മാർക്ക് ഈശ്വരി എന്ന് പറഞ്ഞതുകൊണ്ട് മനുഷ്യരെ മാത്രമല്ല, ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ഇന്ദ്രൻ സപ്തർഷികൾ യക്ഷഗന്ധർവ കിന്നരന്മാർ തുടങ്ങിയിട്ടുള്ള സകലരുടെയും അതീശ്വരിയാണ് ദേവി എന്നുള്ള അർത്ഥം നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഈ രാജേശ്വരൻ എന്ന് പറഞ്ഞാൽ കുബേരനാണ്. അപ്പോൾ ധനസമ്പത്തിൻ്റെ അധീശനാണല്ലോ ഈ കുബേരൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ആ കുബേരൻ്റെയും ഈശ്വരിയാണ് ദേവി എന്ന് വരുമ്പോൾ ലോകത്തെ സകല ധനസമ്പത്തും ദേവിയുടെ അനുഗ്രഹത്താൽ മാത്രം സിദ്ധിച്ചതാണെന്നും ദേവി അതിൻ്റെയൊക്കെ അതീശ്വരിയാണെന്നും വളരെ വ്യക്തമാകുന്നു എന്നുള്ളതാണ്. ഇനി 685 നാമം ഓം രാജ്യദായിന്യൈ നമഃ. രാജ്യത്തെ പ്രദാനം ചെയ്യുന്നവൾ. രാജ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൗതികം മാത്രമല്ല, വൈകുണ്ഠം, കൈലാസം, ബ്രഹ്മലോകം എന്നിവയും നമുക്ക് ഊഹിക്കാവുന്നതാണ് എന്നാണ്. അപ്പോൾ ദേവിയുടെ ഇച്ഛയ്ക്ക് വിധേയമായിട്ടാണ് ഈ ഓരോ രാജ്യത്തിനും അധിപതികൾ ആരൊക്കെ എന്ന് നിർണയിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഭൗതികവും അഭൗതികവുമായ സകല സാമ്രാജ്യങ്ങളും ദേവിയുടെ ഇച്ഛയ്ക്ക് വിധേയമായി ഓരോരുത്തർക്കും കരഗതമാകുന്നു. എന്നാൽ ആസ്തിക്യ ബുദ്ധിയുള്ള ഒരാളും അവിശ്വസിക്കുകയില്ല എന്നാണ്. ഭൗതികവാദികൾ ഇത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി 686 നാമം ഓം രാജ്യവല്ലഭായൈ നമഃ. രാജാക്കന്മാർക്കും രാജേശ്വരനും മാത്രമല്ല സകല രാജ്യങ്ങൾക്കും വല്ലഭയായവൾ. വല്ലഭ എന്ന് പറഞ്ഞാൽ ഇവിടെ രക്ഷക എന്നുള്ള അർത്ഥമാണ് എടുക്കേണ്ടത്. ഇനി 687 നാമം ഓം രാജകൃപായൈ നമഃ. രാജിക്കുന്ന ആരെയും വശീകരിക്കുന്ന കൃപയോടുകൂടിയവൾ എന്നാണ്. അപ്പോൾ സാധാരണ കൃപയ്ക്ക് ഒരു പരിധി ഉണ്ടാവാറുണ്ട് അല്ലേ? എന്നാൽ ദേവീ കൃപ നിരുപാധികമാണ് എന്നാണ് പറയുക. അപ്പോൾ ദേവിയുടെ കൃപ ശത്രുമിത്ര ഭേദമന്യേ സകലരിലും ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അടുത്ത് നിൽക്കുന്നവരിൽ മാത്രമല്ല, വളരെ വിദൂരതയിൽ വർത്തിക്കുന്നവരിലും ആ കൃപാകടാക്ഷം എത്തും എന്നുള്ളതാണ്. അതാണ് രാജകൃപ, അതാണ് ദേവിയുടെ കൃപ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി 688 നാമം ഓം രാജപീഠ നിവേശിത നിജാശ്രിതായൈ നമഃ. തന്നെ ആശ്രയിക്കുന്നവരെ സമുന്നതമായ രാജകീയ പീഠങ്ങളിൽ നിവേശിപ്പിക്കുന്നവൾ എന്നൊക്കെയാണ് ഇതിനർത്ഥം വരിക. അപ്പോൾ സമുന്നത സ്ഥാനങ്ങളെല്ലാം പ്രയത്നാർജിതമെന്നതുപോലെ തന്നെ ഭാഗ്യായത്വവുമാണ്, പരിശ്രമം മാത്രം പര്യാപ്തമല്ല എന്നുള്ളത് അനുഭവം കൊണ്ട് നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ്. അപ്പോൾ ഈശ്വരകാരുണ്യം അനുപേക്ഷണീയമാണ് അല്ലേ? അപ്പോൾ ഓരോരുത്തർ ഓരോരോ താവളങ്ങളിൽ കെട്ടപ്പെട്ട് കഴിഞ്ഞ് കൂടുന്നത് അതിനപ്പുറത്തേക്ക് കടന്നു കയറാനുള്ള കഴിവോ ആഗ്രഹമോ പ്രയത്നമോ ഇല്ലാഞ്ഞിട്ടല്ല. ഇതിനൊക്കെ ഉപരി അനുപേക്ഷണീയമായ ഈശ്വരകൃപയുടെ നിയന്ത്രണമുണ്ട് എന്നുള്ളതാണ്. അതുകൂടി അനുകൂലമായെങ്കിൽ മാത്രമേ കാര്യങ്ങൾ വേണ്ട പോലെ ആവുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി 689 നാമം
ഓം രാജ്യലക്ഷ്മിയേ നമ. രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഐശ്വര്യസ്വരൂപിണി രാജ്യലക്ഷ്മി എന്നുള്ളൊരു മന്ത്രമുണ്ട്. ആ മന്ത്രസ്വരൂപിണിയും ദേവി തന്നെയാണ് എന്നാണ്. അപ്പോൾ തന്ത്രരാജനിലെ രാജ്യലക്ഷ്മി മന്ത്രത്തെ പറ്റിയിട്ട് വളരെ വിസ്തരിച്ച് വിവരിച്ചിട്ടുമുണ്ട്. ഇനി 690 നാമം. ഓം കോശനാഥായേ നമ. കോശങ്ങൾക്ക് നാഥയായവൾ എന്നാണ്. അപ്പോൾ കോശം എന്ന് പറഞ്ഞാൽ ഖജനാവ് എന്നാണ് അർത്ഥം. അപ്പോൾ രാജ്യലക്ഷ്മി എന്ന നാമത്തെ പിന്തുടർന്ന് കോശനാഥ എന്നുള്ള നാമം വരുമ്പോൾ അത് ആലോചന അർഹമാണ് എന്നുള്ളതാണ്. ഒരു രാജ്യത്തിൻ്റെ സുസ്ഥിതിക്ക് അനുപേക്ഷണീയമാണ് കോശം, അല്ലേ? അല്ലെങ്കിൽ ഖജനാവ്. അപ്പോൾ സമ്പന്നമായ ഖജനാവും സുശക്തമായ സൈന്യവുമാണ് ഒരു രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന രണ്ട് ഉപാധികൾ എന്ന് നമുക്കറിയാം. അപ്പോൾ കോശത്തിന് നിഘണ്ടു എന്നുള്ളൊരർത്ഥമുണ്ട്. അപ്പോൾ ശബ്ദപ്രപഞ്ചത്തിന് മുഴുവൻ നാഥയായവൾ എന്ന് അതിൽ നിന്ന് ഗ്രഹിക്കാം. അപ്പോൾ അന്നമയാദി പഞ്ചകോശങ്ങളും ഇവിടെ സ്മരണീയം തന്നെയാണ് എന്നുള്ളതാണ്. ആ പഞ്ചകോശങ്ങൾക്കും അതീശ്വരിയായിട്ടുള്ളവൾ അല്ലെങ്കിൽ നാഥയായിട്ടുള്ളവൾ എന്നൊക്കെയാണ്. ഇനി 691 നാമം. ഓം ചതുരംഗബലേശ്വര്യൈ നമ. ചതുരംഗപ്പടയോട് കൂടിയവൾ എന്നാണ്. അപ്പോൾ ബലം എന്ന് പറഞ്ഞാൽ സൈന്യം എന്നാണ് അർത്ഥം. ആന, തേര്, കുതിര, കാലാള് എന്ന് 4 തരത്തിലാണ് സൈന്യവ്യൂഹം. ആ സൈന്യവ്യൂഹത്തിന് ഈശ്വരിയായവൾ. ദേവന്മാരുടെ രക്ഷയ്ക്കും അസുരന്മാരുടെ നിഗ്രഹത്തിനും ദേവി പലപ്പോഴും സേനാസമേതം യുദ്ധത്തിന് സജ്ജമായ കഥകളൊക്കെ പുരാണങ്ങളിൽ പ്രസിദ്ധമാണല്ലോ. അപ്പോൾ ചതുരംഗബലം എന്ന് പറഞ്ഞാൽ 4 സൈനിക വ്യൂഹങ്ങൾ എന്നാണ്. അപ്പോൾ വൈഷ്ണവന്മാർക്കും ശാക്തേയന്മാർക്കും ശൈവന്മാർക്കും പ്രത്യേകം ചതുർവ്യൂഹങ്ങളുണ്ട് എന്നും അവയ്ക്കെല്ലാം അതീശ്വരി ദേവിയാണെന്നും പുരാണങ്ങളിൽ കാണാറുണ്ട്. അപ്പോൾ ചതുരംഗബലം എന്ന് പറഞ്ഞാൽ ശരീരപുരുഷൻ, ഛന്ദപുരുഷൻ, വേദപുരുഷൻ, മഹാപുരുഷൻ തുടങ്ങിയിട്ടുള്ള പുരുഷ ചതുഷ്ടത്തെയും പരിഗണിക്കാറുണ്ട് എന്നാണ് പറയണേ. അപ്പോൾ അവർക്കെല്ലാം ഈശ്വരിയായവൾ എന്നും ദേവിയെ പ്രകീർത്തിക്കുന്നു എന്നാണ് ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 692 നാമം. ഓം സാമ്രാജ്യദായിന്യൈ നമ. ഏകഛത്രാധിപത്യം പ്രദാനം ചെയ്യുന്നവൾ എന്നാണ്. രാജസൂയം തുടങ്ങിയിട്ടുള്ള യാഗങ്ങൾ നടത്തിയാണ് എല്ലാവരും സാമ്രാട്ടാകാറുള്ളത്. അപ്പോൾ അതിന് അനുഗ്രഹം ചൊരിയുന്നത് ദേവിയുടെ കൃപാകടാക്ഷമായതുകൊണ്ടാണ് ദേവി സാമ്രാജ്യദായിനിയായത് എന്നുള്ളതാണ്. സാമ്രാട്ട് എന്ന് പറഞ്ഞാൽ ചക്രവർത്തി എന്നർത്ഥമുണ്ട്. സാമ്രാട്ടിൻ്റേത് സാമ്രാജ്യം എന്നുള്ളതാണ്. ഇനി 693 നാമം. ഓം സത്യസന്ധായൈ നമ. സത്യം പരിരക്ഷിക്കുന്നവൾ എന്നാണ്. അപ്പോൾ സന്ധ എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞയാണ്. അപ്പോൾ പ്രതിജ്ഞ പരിപാലിക്കുന്നതിൽ വീഴ്ച വരുത്താത്തവളാണ് ദേവി എന്നുള്ളതാണ്. അപ്പോൾ ദുഷ്ടനിഗ്രഹവും ശിഷ്ടപരിപാലനവും എപ്പോഴെപ്പോൾ വേണ്ടി വരുന്നുവോ അപ്പോഴെല്ലാം ദേവി അവതരിക്കുന്ന പറയണേ എന്ന ആ ഒരു പ്രതിജ്ഞ കൃത്യമായിട്ട് പരിപാലിക്കുന്നത് കൊണ്ടാണ് സത്യസന്ധയായത് ദേവി എന്നാണ്. അപ്പോൾ ഇത്തം യഥാ യഥാവാദ ജഗദോസ്യാ ഭവിഷ്യതി തഥാ തഥാവതീര്യാഹം കരീക്ഷ്യാമ്യരി സംശയം എന്ന ദേവീ മഹാത്മ്യത്തിലെ 11-ാം അധ്യായത്തിലുണ്ടല്ലോ, അല്ലേ? നമ്മളൊക്കെ ദിവസവും ജപിക്കാറുള്ളതല്ലേ. ഇനി 694 നാമം. ഓം സാഗരമേഖലായൈ നമ. പൃഥ്വീസ്വരൂപിണിയാണ് എന്നുള്ളതാണ്. മേഖല എന്ന് പറഞ്ഞാൽ അരഞ്ഞാണം എന്നാണ് അർത്ഥം. അപ്പോൾ സമുദ്രം അരഞ്ഞാണമായി തീർന്ന ഭൂമിയും ദേവി തന്നെയാണ് എന്നാണ് അതിന് അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ സുജലയും സുഫലയും മലയജശീതളയും സസ്യശ്യാമളയുമായിട്ടുള്ള അമ്മയായി ഭൂമിയെ സങ്കല്പിച്ച്, ഇല്ലേ? നോക്കൂ, സുജലയും സുഫലയും മലയജ ശീതളയായും സസ്യശ്യാമളയുമായ അമ്മയായി ഭൂമിയെ സങ്കല്പിച്ച് ആരാധിക്കുന്നതാണ് ഭൂമിദേവിയുടെ പ്രതിരൂപമാകയാലാണ് അങ്ങനെ ആരാധിക്കുന്നത് എന്നാണ്. അപ്പം മാതൃഭൂമി എന്ന ആദരവ് പോലും ഈ കൽപ്പനയോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയണത്. ഇത് മാത്രമല്ല, അതൊരു സംസ്കാരവുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി 695 നാമം. ഓം ദീക്ഷിതായൈ നമ.
നിഷ്ഠയോട് കൂടിയവൾ എന്നാണ്. അപ്പോൾ ലക്ഷ്യബോധത്തോട് കൂടിയിട്ടുള്ള വ്രതനിഷ്ഠയാണ് ദീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മചര്യ ദീക്ഷ, സന്യാസ ദീക്ഷ, ശ്രാദ്ധകർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ദീക്ഷ, അങ്ങനെ ദീക്ഷ പല പ്രകാരത്തിലുണ്ട് അല്ലേ. ദുശാസൻ്റെ ഹൃദയരക്തം പുരട്ടിയിട്ടല്ലാതെ അവൻ വലിച്ചിഴിച്ച മുടി കെട്ടുകയില്ല എന്ന പാഞ്ചാലിയുടെ ശപഥവും ഒരു ദീക്ഷയാണ്. ഇപ്പോൾ ദീക്ഷ എന്നുള്ള ശബ്ദത്തോട് പ്രത്യയം ചേർന്ന് വരുന്ന പദമാണ് ദീക്ഷിത എന്നുള്ളത്. അപ്പോൾ ദീക്ഷയോട് കൂടിയവൾ എന്നർത്ഥമാണ്. അപ്പോൾ ദിങ് അല്ലെങ്കിൽ ദീയതേ കൊടുക്കുന്നു, ക്ഷിണു എന്ന് പറഞ്ഞാൽ കിണോതി നശിപ്പിക്കുന്നു, അതോടുകൂടിയത് എന്നൊക്കെയാണ്. അപ്പോൾ ഇത്രയും ചേർന്ന ഒരു പദമാണ് ഈ ദീക്ഷിത എന്നുള്ളത്. അപ്പോൾ ഭക്തന്മാരുടെ പാപങ്ങളെ നശിപ്പിച്ച് അഭിഷ്ടത്തെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശിഷ്യേഭ്യോ മന്ത്രദാനേന പാപം ക്ഷപയതീരിവ ദീയതേ കൃപയാ ശിഷ്യേ ക്ഷീയതേ പാപസഞ്ജയ തേന ദീക്ഷേതി കഥിത എന്നാണ്. അപ്പോൾ കാരുണ്യത്താൽ ദേവി തൻ്റെ ശിഷ്യന്മാർക്ക് ദീക്ഷ എന്ന് പറഞ്ഞാൽ മന്ത്രദീക്ഷ നൽകി അവരുടെ പാപങ്ങളെ നശിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ ആ പരമാനന്ദ തന്ത്രത്തിൽ ദീക്ഷാപദത്തെ നിർവചിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ലക്ഷ്യബോധമാണ് ജീവിത വിജയത്തിൻ്റെ ആണിക്കല്ല്, അതിന് വേണ്ടിയിട്ടുള്ളതാണ് ദീക്ഷ എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇനി 696 നാമം ഓം ദൈത്യശമന്യേ നമ. ദൈത്യന്മാരെ, അതായത് അസുരന്മാരെ ശമിപ്പിക്കുന്നവൾ അല്ലെങ്കിൽ നശിപ്പിക്കുന്നവൾ എന്നൊക്കെയാണ്. ഭണ്ഡാസുരൻ, ദാരികൻ തുടങ്ങിയിട്ടുള്ള അസുരന്മാരെ ദേവി നിഗ്രഹിച്ച കഥകളൊക്കെ പ്രസിദ്ധമല്ലേ. ഇനി 697 നാമം ഓം സർവലോകവശങ്കരിയൈ നമ. സർവ്വലോകങ്ങളെയും വശീകരിച്ച് നിർത്തുന്നവൾ എന്നാണ്. അപ്പോൾ ലോകങ്ങളെ പറ്റിയിട്ട് 2 തരം കൽപ്പനകൾ ഭാഗവതത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഭൂർലോക കൽപ്പിതപദ്ഭ്യാം ഭുവർലോകേസ്യ നാഭിത സ്വർലോക കൽപ്പിതോ മൂർധന ഇതിവാ ലോകകൽപ്പന എന്നാണ്. അപ്പോൾ പാദം മുതൽ അര വരെ ഭൂലോകം, അര മുതൽ കണ്ടം വരെ ഭുവർലോകം, അവിടെ നിന്ന് ശിരസ് വരെ സ്വർലോകം. അപ്പോൾ 3 ലോകവും നമ്മിൽ തന്നെയാണ് അടങ്ങുന്നത് എന്നുള്ളതാണ്. എത്ര അർത്ഥപൂർണമായിട്ടുള്ള ആലോചനാമൃതമാണ് ഈ കൽപ്പന എന്ന് നോക്കൂ. ഇനി മറ്റൊരു കൽപ്പന നോക്കിയാൽ ഭൂർലോക കൽപ്പിതപദ്ഭ്യാം ഭുവർലോകോസ്യ നാഭിത ഹൃദാ സ്വർലോക ഉരസ മഹർലോകോ മഹാത്മന ഗ്രീവായാം ജനലോകശ്ച തപോലോക സ്തനദ്വയാ മൂർധനാഭി സത്യലോകസ്തു ബ്രഹ്മലോക സനാതന തത്കഠ്യാം ച തലം ക്ലിപ്തം ഊരുഭ്യാം വിതലം വിഭോ ജാനുഭ്യാം സുതലം ശുദ്ധം ജാംഗഭ്യാം ദു തലാതലം മഹാതലം ദു ഗുൽബാഭ്യാം പ്രപദാഭ്യാം രസാതലം പാതാളം പാദതലത ഇതി ലോകമയാ പുമാൻ എന്നാണ്. അപ്പോൾ കാൽവെള്ള എന്ന് പറഞ്ഞാൽ പാതാളം, പാദതലം എന്ന് പറഞ്ഞാൽ രസാതലം, ഇനി ഗുൽഭം എന്ന് പറഞ്ഞാൽ ഉപ്പുറ്റി, മഹാതലം ജംഘ, തലാതലം, ജാനു എന്ന് പറഞ്ഞാൽ സുതലം, ഊരു എന്ന് പറഞ്ഞാൽ അതായത് തുടകൾ, വിതലം, അരക്കെട്ട്, അതലം, അരക്കെട്ട് വരെയുള്ള കാലുകളെ പൂർണ്ണമായിട്ട് പറയുമ്പോൾ ഭൂർലോകം, നാഭി എന്ന് പറഞ്ഞാൽ ഭുവർലോകം, ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വർലോകം, ചിലർക്ക് അത് നരകവും ആവാറുണ്ട്. അപ്പോൾ നെഞ്ച് മഹർലോകം, മാറുകൾ തപോലോകം, കഴുത്ത് ജനലോകം, മൂർധാവ് സത്യലോകം എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോകങ്ങളെ മുഴുവൻ തൻ്റെ അധീനതയിൽ നിർത്തുന്നവളാണ് ദേവി എന്നാണ് നാമത്തിനർത്ഥമായിട്ട് പറഞ്ഞത്. ഇനി 698 നാമം ഓം സർവാർത്ഥദാത്രിയൈ നമ. സർവ അഭിഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്നവൾ എന്നാണ്. അപ്പോൾ സർവ പുരുഷാർത്ഥങ്ങളെയും പ്രദാനം ചെയ്യാൻ കഴിയുന്നവൾ എന്ന് നമുക്ക് അർത്ഥം എടുക്കാം. ധർമ്മ അർത്ഥ കാമ മോക്ഷം എന്നുള്ള അർത്ഥങ്ങളെ യഥാർഹമായിട്ട് യഥാ അവസരത്തിൽ നൽകുന്നവളാണ് ദേവി എന്നാണ്. ഇനി 699 നാമം ഓം സാവിത്രിയൈ നമ. സവിതാവിനും അതായത് സൂര്യനും ജനയിത്രിയാകയാൽ ദേവിയെ സാവിത്രി എന്ന് വിളിക്കുന്നു എന്നാണ്. പ്രജാനാം ച പ്രസവാനാം സവിതേതി നിഗദ്യതേ എന്നാണ്. അപ്പോൾ പ്രജകളെ മുഴുവൻ സൃഷ്ടിക്കയാൽ സൂര്യൻ സവിതാവ് എന്ന് വിളിക്കപ്പെടുന്നു എന്ന് വിഷ്ണു ധർമ്മോത്തരം
വിഷ്ണു ധർമ്മോദരം. സൂര്യനാണ് സകല പ്രജകളെയും സൃഷ്ടിക്കുന്നത് എന്നുള്ളത് സൂക്ഷ്മമായിട്ട് ആലോചിച്ചാൽ എത്ര സത്യമാണെന്ന് നോക്കൂ. സൂര്യന് പ്രഭ നൽകുന്നതിലും പ്രപഞ്ച സൃഷ്ടി നടത്തുന്നതിനാലും ദേവിയെ സാവിത്രി എന്ന് നമ്മൾ വാഴ്ത്തുന്നു അല്ലേ. അത് ഭരദ്വാജ സ്മൃതിയിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സവിതാവ് എന്ന് ശിവനും പര്യായമുണ്ട്. ആ നിലയിൽ ശിവപത്നിക്ക് സാവിത്രി എന്ന് പേര് അല്ലേ. അപ്പോൾ ശിവപത്നി ദേവി തന്നെയാണല്ലോ. ഭാവശുദ്ധ സ്വഭാവാച സാവിത്രി തേനഥാ സ്മൃത എന്നാണ്. അപ്പോൾ ദേവി സ്വഭാവശുദ്ധയാകയാൽ സഹജമായി അല്ലെങ്കിൽ നിർമ്മല പ്രകൃതിയാകയാൽ സാവിത്രി എന്നറിയപ്പെടുന്നു എന്ന് ദേവീപുരാണത്തിൽ കാണുന്നു. സാവിത്രി പുഷ്കരേ നാംന തീർത്ഥാനാം പ്രവരേ ശുഭ. പുഷ്കര തീർത്ഥത്തിലെ പ്രതിഷ്ഠ സാവിത്രി ദേവിയാണെന്ന് പത്മപുരാണത്തിൽ പറയുന്നു. ഇനി 700-ാമത്തെ നാമം ഓം സച്ചിദാനന്ദരൂപിണ്യൈ നമഃ. സച്ചിദാനന്ദ സ്വരൂപത്തോടു കൂടിയവൾ എന്നാണ്. അപ്പം ഇങ്ങനെ 100 നാമങ്ങൾ കൊണ്ട് സൂര്യൻ്റെ 8ാമത്തെ കലയായിട്ടുള്ള ഭോഗത, അതായത് എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നത് എന്നുള്ള കല നമ്മൾ വർണ്ണിച്ച് മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. ഇനി 701-ാമത്തെ നാമം മുതൽ അടുത്ത ദിവസം നമുക്ക് പഠിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യൈ നമ. ഓം